ഹലോ മൈ നോബീസ്, വെൽക്കം ബാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വീണ്ടും ഉണ്ടല്ലോടാ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. നമ്മളുണ്ടല്ലോ സ്കിൻ വോക്കറിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തിരുന്നത്. അതിപ്പോ ആരെങ്കിലും കാണാത്തിട്ടുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഇല്ലാത്ത കണ്ടാൽ മതി. എപ്പോഴെങ്കിലും കണ്ടാൽ മതി സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളുണ്ടല്ലോ റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ വീണ്ടും റിയാക്ഷൻ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുണ്ടല്ലോ ഒരു ഫണ്ണി വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഫണ്ണി വീഡിയോ നമ്മളെ ചിരിപ്പിക്കുകയോ അതോ ചിരിപ്പിക്കാതിരിക്കുകയോ? ഫണ്ണി വീഡിയോ എന്ന് പറയുമ്പോൾ ചിരിപ്പിക്കേണ്ടതാണല്ലോ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണ്ടില്ല, വീഡിയോ കണ്ടുകൊടുക്കണം. എല്ലാവരും അറിയാലോ, എന്തായാലും ലൈക്ക് അടിക്കണം. ഒരു 10,000 ലൈക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. വീഡിയോ കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു ഈ ചാനലിൽ ഗൈസ് 100K ആണ്. ഇതുകൂടെ 100K അടിക്കുകയാണെങ്കിൽ അറിയാലോ, നമ്മൾ 100K അടിക്കും പ്ലേ ബട്ടണില്. അപ്പോൾ ഡു സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ആദ്യത്തെ വീഡിയോ റിയാക്ട് ചെയ്യാൻ പോണ ഇതാണ്. ഇത് ഏതോ ഒരു ചെറിയ കൊച്ച് ഏതോ ഒരു വീഡിയോ എടുക്കണം കേട്ടോ. ഇത് എന്ത് സംഭവം നമുക്ക് നോക്കാം. അവനെന്താണ് കാണിക്കുന്നത്? ചെവിയിൽ പിടിച്ചിട്ട് വായില് കൈയിട്ട് വലിക്കണ. ഓ, ഇതാ മറ്റേ ഫോട്ടോ എടുക്കുന്ന സംഗതി. മനസ്സിലായി എനിക്ക് മനസ്സിലായി ഗൈസ്. ഇത് പണ്ടുണ്ടാകുന്ന സംഭവമാണ്. നമ്മളൊരു ഇപ്പൊ ഈ സിഗ്നൽ കാണിക്കുകയാണെങ്കിൽ ഒരു ഫിൽറ്റർ എന്ന് തോന്നുന്നു, അത് നമ്മുടെ ഫോട്ടോ എടുക്കും. ഓക്കെ, അപ്പൊ ഇവന് ആ ഫോട്ടോ ആദ്യം ഇങ്ങനെ ചെവി ഇത് ഇങ്ങനെ ഓടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലേ. ഇനി ബാക്കി എന്ത് സെറ്റപ്പ് ആന്ന് നോക്കാം. അവൻ രണ്ടാമത്തെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാന്ന് എനിക്ക് തോന്നണേ. ഓ, ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചാലോ ഫോട്ടോ എടുക്കണേ. ചെറുക്ക കാര്യമായിട്ട് എന്തോ ചെയ്യണ്ട്. അവൻ എന്താ ചെയ്യേണ്ടതാണ് നമുക്ക് നോക്കണ്ടേ. ചെറുക്കൻ കലിപ്പാണോ? അവൻ എന്തോ ഉദ്ദേശിക്കണ്ട്. എന്തോ കിട്ടിയെന്നായിട്ട് എനിക്ക് തോന്നണേ. ആ ഫോട്ടോ അവന്റെ കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഇവൻ എന്താണ് ഉദ്ദേശിക്കണെന്ന് എനിക്ക് മനസ്സിലാവുള്ള. അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. കണ്ടോ, വിക്ടറി കാണിച്ചപ്പോ ഫോട്ടോ എടുത്ത് കണ്ടോ ഗൈസ്. അവനെന്തോ കൈയിന്റെ ആംഗിൾ ശരിയാക്കുവാന്നായിട്ട് എനിക്ക് തോന്നണേ. ശരിയായ? ഓ, കൊള്ളാം മോനെ, കൊള്ളാം ഗൈസ്. എനിക്ക് മനസ്സിലായി. ഇവനകത്ത് കാണിച്ചേക്കണ കണ്ട. ആദ്യം മറ്റേ വായിൽ ഇങ്ങനെ കാണിച്ചില്ലടാ. ഇപ്പുറത്തെ ഫോട്ടോ കണ്ടോ, മറ്റോ ദേഷ്യപ്പെട്ടിട്ട് അവന് കയ്യിൽ പിടിക്കണ പോലെയായി. മറ്റവൻ അവന്റെ വിരല് കയ്യിലിട്ടിട്ടുണ്ടല്ലോ, വായിലിട്ട് വലിക്കണ പോലെ കണ്ടോ. 3 പേരും അവന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒരാൾ ചെവി പിടിക്കണേ, മറ്റവൻ കൈയിട്ട് വായിലിട്ട് വലിക്കണ പോലെ കണ്ടോ ഫോട്ടോ. അങ്ങനെ ആയിട്ട് അവൻ എടുത്തിട്ടുണ്ടോ. കൊള്ളാന്നു ഗൈസ്. അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ഉണ്ട് അവന്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ. അതെ ഗൈസ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് എന്താണ്? ഓ ഗൈസ്, അതെനിക്ക് അങ്ങനെ ഫണ്ണി ആയിട്ട് തോന്നണില്ല കേട്ടാ. ഇത് നോക്കിക്കോട്ടെ, ഈ വീഡിയോയില് ഒരു പെണ്ണ് അവിടെ ഉണ്ടല്ലോ ഗൈസ്, നല്ല സന്തോഷത്തോടുകൂടി സ്നോയി കണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരുത്തൻ മഞ്ഞക്കേക്കോട് ഊർത്തിറങ്ങിയ സാധനം തോന്നുന്നു. അത് കറക്കി ഒറ്റയടി. എനിക്ക് തോന്നണം മനപ്പൂർവ്വം അത് കറക്കിയതല്ലെന്നാണ്. പക്ഷെ അവന്റെ ഉന്നം കറക്റ്റ് ആണെന്ന് ഗൈസ്. കറക്റ്റ് ആ പെണ്ണ് തലം മണ്ടക്കിട്ട് പോയി അടിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എനിക്കത് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടില്ല ഗൈസ്. എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് ചെറിയൊരു ചിരി വന്നാർന്ന്. ഞാൻ പുറത്ത് കാണിച്ചില്ല എന്നുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഓ ഗൈസ്, ചെറിയൊരു ക്യൂട്ട് ആയിട്ടുള്ള ബേബി, ചെറിയ ബേബി ആണെന്നായിട്ട് എനിക്ക് തോന്നണേ. ഇതെന്താണ് ഗൈസ്? ഞാൻ വിചാരിച്ച കൊച്ചെന്തെങ്കിലും ചിരിക്കണം എന്തെങ്കിലും. അല്ല, നമ്മൾ ഫണ്ണി വീഡിയോയില് റിയാക്ട് ചെയ്യണത്. എടേ ഗൈസ്, നിങ്ങളെന്തെങ്കിലും തിന്നോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടാ. എന്തായാലും ഒന്നോടെ കണ്ടേക്ക്. ഓ നോ, കുഴപ്പമില്ല, ചെറിയ കൊച്ചാലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാം. അടുത്തേലെന്താണ്? ഒരു പട്ടീനെ അതിന്റെ ഓർഡർ ഒരു കുപ്പി എറിഞ്ഞ് കളിപ്പിച്ച്. ഓ ഗൈസ്, കണ്ട ആ പട്ടീനുണ്ടല്ലോ, ഇത് ലാബ്രഡോറാന്ന് തോന്നുന്നു. അല്ലേ, ലാബല്ലേ. ലാബിന് ഒരു കുപ്പി എറിഞ്ഞ് ആ കുപ്പി എടുത്തുകൊണ്ട് വരാൻ നേരത്തിണ്ടല്ല. അതിന്റെ പേരന്റ് ഓണർ ഇതേ ഗൈസ് ആ സോഫയിലുണ്ടല്ലോ പുതപ്പ് മൂടി പുതച്ച് കിടന്ന്. അപ്പൊ പട്ടി തിരിച്ചു വന്നപ്പോ അവരെ കാണാനില്ല. പട്ടി എന്ത് ചെയ്യും? ഓ, ബ്രില്യന്റ്. അവൻ വിചാരിച്ചു അവനെ തപ്പി വേറെ കൊണ്ടെങ്കിലും പോകുന്നത്. അവിടെ മേശയിൽ എന്തായിരുന്നു? ബണ്ണാർന്ന വേറെന്തായിരുന്നോ? ബണ്ണാർന്ന് തോന്നുന്നു. അതാ പട്ടി എടുത്തോണ്ട് പോയിടാ ഗൈസ്. കൊള്ളാം. ഡോഗ് അത്യാവശ്യം ബ്രില്യന്റ് ആണ്. അതിന്റെ ഓണറിനെ പോലെ എല്ലാവർക്കും തോന്നുന്നു. ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഈ വീഡിയോയിലുണ്ടല്ലോടാ ഏതോ ഒരുത്തൻ നമ്മുടെ ഇതിനകത്ത് മറ്റേ പൂളെന്നല്ലേ ഇത് പറയണേ, 8 പൂളാ എന്തോ. ഇത്തിരി ഇല്ലാത്ത പിള്ളേർ വരെ കളിയാക്കാൻ തുടങ്ങി. അറിയാലോ ഗൈസ്, ഒരു ബോളുകൾ ഉണ്ടാവും ഒത്തിരി മേശയില്. അതിനകത്ത് നമ്മൾ ഈ വൈറ്റ് ബോൾ വെച്ചിട്ട് അത് അടിച്ച് ഈ ഇവിടെ അപ്പുറപ്പൊക്കെ കണ്ട കുഴിയിലില്ലേ അതിനകത്ത് ചാടിക്കണം. അതാണ്
ഒറ്റയടിക്കല്ല ചാടിക്കോ നോക്കാം ഗൈസ്. മിക്കവാറും അവന്റെ ഞാൻ വിചാരിച്ചിട്ടല്ലോടാ അവന് ഒറ്റയടിക്കാതെ എല്ലാം ചാടിക്കുന്നറിഞ്ഞത്. പക്ഷെ അങ്ങനെയല്ലടാ, അവന്റെ കൈ നേരം മേലിട്ട് പോയിട്ട് അതിന്റെ മേലത്തെ ലേറ്റ് പോയി. നിങ്ങൾ ഒന്നോടെ നോക്കിക്കോട്ടോ. ഇതെങ്ങനെയാണ് അത് നേരെ മേലിലോട്ട് പോകണം, നേരെ മേലിലോട്ട് വരാൻ ലേറ്റ് മൊത്തം നശിപ്പിച്ച് കളഞ്ഞ്. എന്തായാലും ആ ലേറ്റിന് നല്ല പൈസ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല പൈസ പോയിട്ടുണ്ടാവണം. ഇതെന്താണ് നെക്സ്റ്റ് ഒരാൾ നമ്മുടെ ക്യാമറയിലിട്ട് നമ്മളെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായ നിങ്ങക്ക് സംഭവം? മനസ്സിലായ? പുള്ളി ഫുഡ് കഴിക്കാറുന്ന്. സാധാരണ നമ്മളൊക്കെ ഫുഡ് കഴിക്കുമ്പോ നമ്മുടെ വായു മാത്രല്ല ഗൈസ് അനങ്ങോളൂ. ഇതിനകത്ത് ഇവന്റെ തലയാനങ്ങടെ കണ്ട, തലയുടെ 2 സൈഡും അനങ്ങണ്ട ഇവന്റെ. ഓ മൈ ഗോഡ് ഗൈസ്, ഓ മൈ ഗോഡ്. അവന് ഇവിടെ നിന്ന് നേരെ താഴേന്ന് നേരെ തലയിലിട്ട് മസിലുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ആ ഫുഡ് കഴിക്കുമ്പോ അവന് തലയും കിടന്നാനങ്ങട് കണ്ട. വെറൈറ്റി ആൾക്കാരൊക്കെയാണ് ഗൈസ് തമ്പടി ഇവിടെ ഉള്ളത്. ഇതെന്താണ് നെക്സ്റ്റ്? ഇതെന്തോ പ്ലാന്റ് വേഴ്സസ് സോംബി പോലെയാന്ന് തോന്നുന്നു. ഒരു ചെറിയ കൊച്ച് അവിടെ കിടക്കണ കേട്ടാ, അല്ല 2 കൊച്ച്, അല്ല അത് മറ്റത് പാവയാട്ടാ. ഇതാ കൊച്ചിന്റെ പേരന്റാന്ന് തോന്നുന്നു. ഇതെന്താണ്? ഓ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഇത്രേ ഉള്ളൂ തോന്നുന്നു. നോ, ഇത് ഇവിടെ ഈ ഫ്ലോറിൽ കിടന്ന പെണ്ണിന്റെ അനിയനോ അനിയത്തിയോ എന്തോ ആണ് ഗൈസ്. അപ്പൊ ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് ആ കൊച്ചു അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ പ്ലാന്റ് വേണ്ടി സോമിയിലും മ്യൂസിക് ആട്ടാ. ഈ കൊച്ചിന്റെ പാരന്റാന്ന് തോന്നുന്നു. പുതപ്പ് വെച്ചോണ്ടല്ലോ ഗൈസ്. ഓരോ സാധനങ്ങൾ അതിന്റെ ഉള്ളിലായിട്ട് വലിച്ചോണ്ട് പോവാണ്. ചിലപ്പോ ഈ ചെറിയ കൊച്ചു വിചാരിച്ചാണ് ഇത് ശരിക്കുള്ള ഏതെങ്കിലും മോൺസ്റ്റർ വന്നിട്ട് എടുത്തോണ്ട് പോയതാന്ന്. അതുകൊണ്ട് അവിടെ കിടന്ന് കരയടിയാന്നായിട്ട് എനിക്ക് തോന്നണേ. നെക്സ്റ്റ് എന്താണ്? ഓ എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓരോ ഒബ്ജക്റ്റ് കേൾക്കണം, ഓരോ സാധനം ഇങ്ങനെ. ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ ആയിരുന്നു. ഓരോ സാധനം നിങ്ങൾ ഇൻസ്റ്റയിലും റീൽസിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഓരോ ഒബ്ജക്റ്റിന്റെ മേളിൽ കേൾക്കണോ ഒരു എന്താണ് ഗൈസ്, ഒരു കല്ല ഒരു ബോള ഇങ്ങനെ ഉരുട്ടി വിട്ടിട്ട് പല സ്ഥലത്തും തട്ടി അവസാനം അതിന്റെ ടാർഗറ്റിൽ എത്തനെയായിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ പറ്റിച്ച്. തുടക്കമൊക്കെ കറക്റ്റ് ആയിരുന്നു, അവസാനം ഈ മ്യൂസിക് വന്നപ്പോ വേറൊരുത്ത ബന്ധുതാ ഒരു ആക്ഷൻ ഇട്ടിട്ട് പോയേക്കണ്. നോക്കിക്കോട്ടോ, ആ ആക്ഷൻ ഞാൻ കറക്റ്റ് ആയിട്ട് ഇട്ട് തരാം ഗൈസ്. നിങ്ങൾ നോക്കിക്കോട്ടോ. കണ്ടോ, ഞാനും കറക്റ്റ് ആയിട്ടിട്ടില്ലേ? എനിക്കറിയാതെ ഇതൊക്കെ ചെയ്യാൻ. നെക്സ്റ്റ് എന്താണ്? ഏതൊരു പെണ്ണ് കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഡാൻസ് ആണ് ഗൈസ്. എന്റെ കരിനാക്കാന്ന് പലരൊക്കെ പറയാറുണ്ട് ഗൈസ്. കരിനാക്കല്ല, എനിക്ക് ഭാഗ്യമില്ലെന്ന്. നിങ്ങളാണെങ്കിൽ എന്റെ വീഡിയോസിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ. നല്ല ഡാൻസ് അത് ഞാൻ പറഞ്ഞോളൂ. അപ്പൊ തന്നെ സ്റ്റെപ്പ് തെറ്റി നേരെ മേച്ചെന്ന് ആ പെണ്ണിന് മുഖത്തേട്ടാണ് ഇടിച്ചത്. നീ നോക്കിക്കോട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, നല്ല വേദന എടുത്തിട്ടുണ്ടാവും. മൂക്കിലേട്ട് ഇടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുതായിട്ട് മുഖം ഒന്ന് ചെരിച്ചായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് വീഡിയോ എന്താണ്? ഏതൊരു അമ്മച്ചി ഉണ്ട് ഗൈസ്. അമ്മച്ചി ഡ്രോൺ പറത്താൻ വേണ്ടി പോവാന്ന് തോന്നുന്നു. ഡ്രോൺ റോഡിൽ എന്തോ വച്ചിട്ടുണ്ട് കേട്ടാ. പറത്ത അമ്മച്ചി, നല്ല നല്ല ഡ്രോൺ ഫുട്ടേജുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടതാണ് അമ്മച്ചി. നോ ഗൈസ്, ഇതെന്താണ്? ആളെ കളിയാക്കാണ്. ഫണ്ണി വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ട്രോളാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയാലും ഇത്. ഞാൻ വിചാരിച്ച അമ്മച്ചി ഡ്രോൺ പറത്തുന്നറിഞ്ഞ്. എന്നാലും ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നടാ. നേരെ അമ്മച്ചിയാണ് ഗൈസ് മേലിലോട്ട് പറന്നു പോയത്. നെക്സ്റ്റ് എന്താണ്? പൊട്ടിക്കടാ. നല്ല വേദന എടുത്തിട്ടുണ്ടാവുന്നതാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഞാൻ വിചാരിച്ച ഭയങ്കര അവന്റെ തലയ്ക്ക് നല്ല പവറായിരിക്കും, അവനെ ഒറ്റ അടിക്കുക ആപ്പിൾ പൊളിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക്. നോക്കിക്കോട്ടോ, ആപ്പിൾ ഒന്ന് തെറ്റിപ്പോയിടാ. നേരെ തലേന്ന് അവിടെ മാർബിളിലാ തോന്നുന്നു. നേരെ ചെന്ന് ഇടിച്ചിട്ടുണ്ട്. വലിയ അല്ല ഗൈസ്, അത്യാവശ്യം എന്തായാലും അവന് വേദന എടുത്തിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. നെക്സ്റ്റ് എന്താണ്? ആരും ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കോട്ടോടാ. സാന്തിയാഗോ എന്ന പേര്. എന്താണ്? ദ ടീച്ചർ സേസ് യു ഹാവ് ടു ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്. ഓ, ഇവൻ ഈ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നു. ഇവന്റെ കൂട്ടുകാരൻ പറഞ്ഞു ടീച്ചർ നമ്മുടെ ബോർഡ് മാറ്റാൻ. ശരിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുമോ? ഇവൻ കിടന്ന് ഉറങ്ങുമല്ലായിരുന്ന? ചെറുക്കൻ നേരെ എണീറ്റ് അവൻ നേരെ ഉറക്കത്തിലായിരുന്നല്ല. ടീച്ചറാണ് ഈ ബോർഡിൽ നിന്ന് മാത്സിന്റെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. ഇനി അവനത് മാറ്റണ്. അവനത് മാറ്റണ്. അവന്റെ കൂട്ടുകാരൻ അവരടുത്ത് പണിയാണ്. ഓ മൈ ഗോഡ്, അവരവിടെ മര്യാദക്ക് പഠിക്കാണെങ്കിൽ അവൻ നമ്മുടെ ആരും ശല്യം ചെയ്യണം. നൈസായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കായിരുന്നു.
കറക്റ്റ് ടൈമിലാണ് അവന്റെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടല്ല. സാറ് ബോർഡ് മാക്കാൻ പറഞ്ഞു, നീ ചെന്ന് മാക്കാൻ പറഞ്ഞു. സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവന് ഉറക്കത്തിലല്ലേ, ഇവന് അറിയാൻ പാടില്ല. ഇവൻ നേരെ ഉറക്കത്തിന് എണീറ്റ് ചിലപ്പോ ഉറക്കപ്പിച്ച് ഉണ്ടാവും ഗൈസ്, ഒരു ബോധം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നേരെ ചെന്നിട്ട് ബോർഡ് മാച്ചോണ്ടിരിക്കണ്. സാർ ഇത്ര നേരം എഴുതിക്കൊള്ളുന്ന പ്രോബ്ലം നമുക്ക് മൊത്തം മാച്ച്. അവന്റെ അടുത്ത് ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഗെറ്റ് ഔട്ട് ഹൗസ്. ഓ ഗൈസ് എടേ അയ്യോ, നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ എന്തെങ്കിലും പണി തന്നിട്ടുണ്ടെങ്കിലോ ഗൈസ് ഡു കമന്റ് കേട്ടോ. ഇതുപോലത്തെ എന്തെങ്കിലും വെറൈറ്റി പണി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ക്ലാസ്സിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ പണി തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും നിങ്ങളുടെ കമന്റ് നോക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ എന്താണ്? ഓ മൈ ഗോഡ് ഗൈസ്, ആ കോഫി ഉണ്ടാക്കുന്ന സ്ഥലത്തിരിക്കുന്ന ഷ്രെക്ക് അല്ലേ? ഷ്രെക്ക്, അതെ ഷ്രെക്ക് തന്നെയാണ് ഗൈസ്. നിങ്ങളൊരു സ്ഥലത്ത് കോഫി കുടിക്കാൻ വേണ്ടി പോവാണ്, അവിടെ കോഫി മെഷീനിലുണ്ടല്ലോ ഷ്രെക്ക് ഇങ്ങനെ അകന്ന് നിൽക്കാണ്. അതിന്റെ ഇടയ്ക്കേക്കാണ് കോഫി വന്നെങ്കിൽ നിങ്ങൾ കുടിക്കോ? നിങ്ങൾ പറ ഗൈസ്. ഞാൻ കുടിക്കില്ല കേട്ടാ, ഇതൊരുമാതിരി ഇതായി പോയി. ഞാൻ കുടിക്കില്ല ഗൈസ്. ഞാൻ വേണമെങ്കിൽ കണ്ണടച്ചേട്ടാ കോഫി എടുക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മളിത് കണ്ടാലല്ലോ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. എന്തായാലും ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്, കൊള്ളാം. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടാ, ഇത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വച്ചേക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കണോട്ടാ. എന്താണ് വൈ ഡു വി ഹാവ് 32 സെപ്പറേറ്റ് ടീത്ത് വെൻ വി കുഡ് ഹാവ് ഹാഡ്? നമുക്ക് എന്തിനാണ് 32 പല്ലുകള്? ഓ, നമുക്ക് എന്തിനാണ് ഓരോ 32 പല്ലുകൾ? എന്തിനാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 പല്ല് പോലെ? നീ കൈസ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഓരോ പല്ല് വെച്ചിട്ടില്ല, അതിന് പകരം മേളിൽ ഒറ്റ പല്ല്, താഴെ ഒറ്റപ്പല്ല്. അതാകുമ്പോ അടിപൊളി ഇറന്നട്ടാ ഗൈസ്, അതാകുമ്പോ കൊള്ളാം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ പല്ലിന്റെ ഇടയ്ക്ക് ഫുഡൊന്നും ഇരിക്കില്ലല്ലോ, ആ നല്ലൊരു സെറ്റപ്പ് ആണെന്നട്ടാ. ശരിയാട്ടാ, നമ്മൾ ഇവല്യൂഷൻ ചെയ്ത് വന്നപ്പോൾ എന്തായിരിക്കും അങ്ങനെ വരാതിരുന്നത്? നമുക്കിങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല്ല് അല്ല, അത് ശരിയാവൂല. നമുക്ക് പുഴുപ്പല്ലൊക്കെ വരികയാണെങ്കിൽ മേളത്തെ ഒരു പല്ല് മൊത്തത്തിൽ പറിച്ച് കളയേണ്ടി വരില്ലടാ, അപ്പൊ ശരിയാവില്ല. അപ്പൊ നമ്മുടെ മേളിൽ പല്ലില്ലാതെ നടക്കേണ്ടി വരില്ലേ? 32 ഇൻഡിവിജ്വൽ പല്ലുള്ളതാ നല്ലത്. ഇതിനകത്ത് പറഞ്ഞേക്കണ തെറ്റാണ്, എന്നാലും ബാക്കി നോക്കാം ഗൈസ്. ഇതാണ് മേളിലും താഴെ 2 പല്ല് മാത്രമാണെങ്കിൽ എങ്ങനെയാ ഇരിക്കണേന്ന്. ഇതെന്താണ്? ഇൻസ്റ്റഗ്രാം കമന്റ് സെക്ഷൻ. ഇത് അത്യാവശ്യം വെറൈറ്റി ആയിരിക്കും, ഞാൻ നോക്കട്ടെ. ആദ്യം നമുക്ക് എന്തിനാണ് ഇമാതിരി ബോർഡ്? എല്ലാം ഒറ്റ ബോർഡായ പോലെയത് അറിയാലോ ഗൈസ്. ഹ്യൂമൻസിന് 206 ബോൺസ് എങ്ങാണ്ടല്ലോ ഉള്ളത്, അതിന് പകരം മെയിൽ മുതൽ തന്നെ താഴെ വരെ ഒറ്റ ബോർഡായ പോലെന്ന് പറഞ്ഞോണ്ട് കാഴ്ചയ്ക്കുവാട്ടാ. അടുത്തത് കഴുത്തിലേക്ക് എന്തിനാണ് പലതരം ഞരമ്പുകൾ? ഇതെന്താണ് ഗൈസ്, വയറിങ് ചെയ്തേക്കണ? എല്ലാം വെറൈറ്റി ആണ്. മഴ എന്തിനാണ് പല പല തുള്ളിയായിട്ട് ചാടുന്നത്? ഒറ്റ തുള്ളിയായിട്ട് ചാടിയാ പോരെ എന്നാണ് തോന്നുന്നു അതിനകത്ത് കാണിച്ചത്. അതെ ഗൈസ്, അത് തന്നെ. അവൻ ആദ്യം പറഞ്ഞതിൽ ലോജിക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ ലോജിക്ക് ഇല്ലേ? പക്ഷെ ആദ്യം പറഞ്ഞതിൽ ലോജിക്ക് ഇല്ല, അതുകൊണ്ടാണ് ഇതിന് ലോജിക്ക് ഇല്ലാത്ത. വൈ? അത് തന്നെ. ഓ, ഇത് നോക്ക്, നമുക്ക് ഇതിനായിട്ട് കാലിൽ 5 വിരലുകളും ഒറ്റ ഇതെന്താണ് ഗൈസ്, ഒറ്റ ഇതായിട്ട് ഒറ്റ താകായിട്ട് ഒരു വിരലായിട്ട് വന്ന പോലെ ഗൈസ്, അത് കൊള്ളാർന്നട്ടാ. മരത്തിൽ എന്തിനാണ് ഇത്ര ഇലകൾ? എല്ലാ മരത്തിലും കൂടെ ഒറ്റ ഒരു വലിയ ഇല വയ്യാ പോരാർന്നാ. ശരിയാ 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 ഗൈസ്, ഇത് നമ്മുടെ കുടലിന്റെ ഇതാണ്. എന്തിനാണ് മുകളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുടലിലേക്കൊക്കെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി പോണേന്നുള്ളതിന് പകരം ഒറ്റ കുടലായിട്ട് പോയ പോലെ എന്നാണ് ഇതിനകത്ത് കാണിച്ചേക്കണേ. ഇതെന്താണ്? ഷർട്ടിന് എന്തിനാണ് ഇത്രയും ബട്ടൺസ്? എല്ലാം കൂടി ഒരു വലിയ ബട്ടൺസ് ആയ പോരാർന്നാ. ഇതാണ് ഗൈസ് ഇൻസ്റ്റാഗ്രാം കമന്റ് സെക്ഷൻ. കാറിന് എന്തിനാണ് 4 ടയർ? എല്ലാം കൂടി ഒറ്റ ടയർ ആയ പോലെ. അതാണ് അവൻ ആദ്യം ചോദിച്ചതിന് മറുപടി ഈ കമന്റ് സെക്ഷനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇതെന്താടാ? എന്താ വലിച്ചെടുക്കണവൻ? എനിക്ക് തോന്നി അവൻ ആ മുട്ടയും വലിച്ചെടുക്കുന്നത്. ഇതെന്താണ് സംഭവം? എന്താണ്? എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, ഇവൻ ബുൾസൈ അടിച്ച്, പക്ഷെ അതിന്റെ മേലിട്ട് എനിക്കുണ്ടല്ലോ തോന്നുന്ന കുരുമുളക് പൊടി ഇടൂലോ, ഇട്ടത് കൂടിപ്പോയി കുരുമുളക് പൊടി ഇട്ടത്. അപ്പൊ അവൻ വാക്യൂം ക്ലീനർ കൊണ്ടിട്ടല്ലോടാ കുരുമുളക് പൊടി ഇടല്ലോ ഗൈസ്. പെപ്പർ പൗഡർ മാത്രമായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കിയതാണ്, അത് വാക്യൂം ക്ലീനറെ കൊണ്ട്. ആദ്യത്തെ കുറച്ച് വലിച്ചെടുത്തട്ടാ, അവിടെ വെച്ച് നിർത്താറുന്നു. ഇവിടെ ഇങ്ങനെ വലിച്ചെടുക്കാൻ നേരത്ത്
ഓ മൈ ഗോഡ് ഗൈസ്, എന്തായാലും ആള് ബ്രില്യന്റ് ആയിരുന്നു. എന്തായാലും മുട്ട എന്തായാലും മിക്സ് ആയിട്ട് നമ്മുടെ വാക്യൂം ക്ലീനറിനൊപ്പം ഒത്തിരി പൊടിയൊക്കെ പിടിച്ച് കിടക്കണ്ടാവും. എന്തായാലും ഇനി അവൻ അത് കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഫണ്ണി വീഡിയോസ് ഒക്കെ നമ്മൾ ഇത്രേ ഉള്ളൂ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഫണ്ണി വീഡിയോസ് അറിയാമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫണ്ണി വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിലോ നമ്മുടെ ഡിസ്കോഡിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഡിസ്കോഡിലെ വീഡിയോ സെക്ഷനിൽ ഉണ്ടല്ലോ നിങ്ങൾ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ കൊടുത്താൽ മതി. നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ റിയാക്ട് ചെയ്യാം. നിങ്ങളെല്ലാം നമ്മുടെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഈ ചാനലിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ കാണാം. അപ്പോ പീസ് ഔട്ട്.